എപ്പോ വേണോ വണ്ടി നമ്മൾ വീടിലേക്ക് സ്വാഗതം. രാവിലെ ആയപ്പോഴത്തേക്ക് കൊട്ടാരക്കര അമ്പലത്തിൽ ഒന്ന് പോകാൻ മഴയത്ത് ഇപ്പൊ സമയം 6:40. 6 മണിക്ക് ഇറങ്ങാനാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ അത് നടന്നില്ല. ഇവിടെ നിന്ന് മൊത്തം 48 കിലോമീറ്ററാണ്. അപ്പം എത്ര നേരം എത്തുമെന്നൊന്നും അറിഞ്ഞുകൂടായിരുന്നു. എന്തായാലും ഒന്ന് പോയി നോക്കാം. എത്രയാണ് ചാർജ് ചെയ്യണമെന്ന് അറിയില്ല. എല്ലാം ഒരു പയ്യ 103 കിലോമീറ്റർ റൈഡർ കാണിക്കുന്നു. റൈഡിൽ തന്നെ എപ്പോഴും നമുക്ക് മുമ്പോട്ട് വന്നാൽ സുഖം കാണത്തില്ല. നല്ല മഴ, കിട്ടില്ല ക്ലൈമറ്റ് മഴ. നല്ല മഴ കഴിഞ്ഞ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. ആയൂര് കിട്ടില്ല ക്ലൈമറ്റ് ഒന്നും കിട്ടില്ല ക്ലൈമറ്റ്. വേറൊന്നും പറയാനില്ല. ഞാൻ പോവാം. വോയിസ് കൺട്രോൾ ഉള്ളതൊന്നും അറിയണ്ട. അത് പോവുക. നല്ല ക്ലൈമറ്റ് ഓളാം. ഭയങ്കര രസമുണ്ട്. എട്ടി പ്രതീക്ഷയുണ്ട്. നല്ലൊരു നല്ല മഴ വരും. മഴയെന്ന് വെച്ചാൽ അത്യാവശ്യം കിട്ടില്ല മഴ. വേറെ ഒന്നും പറയാനില്ല. സെറ്റ് രാവിലെ ആ ഒറ്റ മനുഷ്യന്റെ അവസ്ഥ ഇല്ലാത്തത് നല്ല രസം. അതൊക്കെ മറ്റൊക്കെയാണ്. ഇങ്ങനെ കൊട്ടാരക്കര എത്തി. കൊട്ടാരക്കര എത്തിയത് പിന്നെയും മഴ തുടങ്ങി. മഴ കാരണം ഉള്ളതൊന്നും പറയാനും പറ്റുന്നില്ല. സോ മഴയത്ത് കൊട്ടാരക്കര അമ്പലത്തിൽ കുളം. ഇന്നിപ്പോൾ ആരും ഇറങ്ങുന്നില്ലെന്നുണ്ട് ഗൈസ്. ദിവസമുണ്ട്. ഏത് ഇതാരാ? ആരാ ആരാ? ഭാര്യയാണോ? ഭാര്യയാണെന്ന് അറിഞ്ഞില്ലായിരുന്നു. അമ്പലം കൂടെ കണ്ട് നല്ല രസമുണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ ഒന്ന് കയറി തൊഴുവാന്ന് വിചാരിച്ചു. ജടകതായിരിക്കും സർ. കൈസ് ഇതിലാണെന്ന് വന്നത്. 30 കിലോമീറ്റർ കൂടെ പോകും. ചാർജ് ചെയ്യണം. പണ്ടക്കെട്ടുകൾ. അമ്പലം ഇതാണ്. നല്ല ഭാര്യ ഇതാണ്. നമുക്ക് ഔട്ട്ഫിറ്റ് അല്ലേ? മഴയായോണ്ട് ഇങ്ങനെ ആയിരിക്കുവാണ്. രാവിലെ 2 അടി കൊടുത്തു. ഇങ്ങനെയാണ്. ഇനി അമ്പലത്തിൽ കയറി തൊഴുതിട്ട് നമ്മൾ ഇറങ്ങിയാൽ മോക്കെ ചുമന്നിരിക്കുന്നു. കൈസ് ചുണ്ടൊക്കെ ചുമന്നിരിക്കുന്നു. ഇത് ചുവപ്പ് ലിപ്സ്റ്റിക് കിട്ടിയതല്ല. ഇതിൻ്റെ എന്തോ വെട്ടം അടിക്കുന്നതുകൊണ്ട് ഇവിടെ നിന്ന് വരുന്നേ അതാണ് ഗൈസ്. കുറച്ച് പഴയ കാലത്തിലേക്ക് പോയ പോലെ. നിന്റെ വീട്ടിലോട്ട് പോവാല്ലേ? നേരെ എന്റെ വീട്ടിൽ. ആദ്യം വീട്ടിൽ വിളിച്ചിട്ട് എന്താ കഴിക്കാന്ന് ചോദിക്കാം. വീട്ടിൽ സർപ്രൈസ് ആയിട്ട് കിടന്ന് കഴിക്കാൻ വിളിച്ചു ചോദിക്കും. ചേടാ എനിക്ക് വിശക്കി നല്ലത് വേണ്ടേ? ഇനി 24 കിലോമീറ്റർ എന്റെ വീട്ടിൽ പോവാം. 30 കിലോമീറ്റർ വണ്ടി പോകും. അങ്ങ് എത്തുമോ ഇല്ലയോ എന്ന ഒരു പേടിയുണ്ട്. അവസാനം നമ്മൾ പെട്ടു. ഫുള്ള് ചാർജ് തീർന്നു. ഇപ്പൊ ചാർജ് ചെയ്യുക. ഈ ഒരു കടയിൽ ഈ മാമൻ സഹായിച്ചത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ഇനി വീട് വരെ ഇപ്പോൾ 3 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ എത്തിയപ്പോൾ 0 ആയി. 2 കിലോമീറ്റർ ആയി. 1 കിലോമീറ്റർ ആകുമ്പോൾ നമുക്ക് പോവാം. കിലോമീറ്റർ 4 കിലോമീറ്റർ യാത്ര. അവിടെ ഇപ്പോഴേ റെയിൽവേ ക്രോസിലാണ്. പെട്ടെന്ന്
ഇവിടെ ഇത്ര തീരെ ഉറപ്പിച്ച് വിടുവാ. മഴ പെയ്ത് മാത്രം ആ, കുഴപ്പമില്ല, നനയാനില്ല. അയ്യോ, വേണ്ട, വേണ്ട, കേറ്റ്, കേറ്റ്, വലിയ മഴ. ഓഫേ, ഓഫേ. ആ മാമാര് പറഞ്ഞതാ കോട്ടെടുത്തിട്ടോണ്ട് പോകും. വേണ്ട, വെള്ളം വീഴുന്നത്. ബാഗ് ബാഗ് കോട്ടൊക്കെ ഇട്ട് വരുമ്പോഴത്തേനും തോരും നോക്കിക്കോ. ഒരാളെ നോക്കിയേ. ബാഗ് നനയുന്ന. അടുത്ത മേഡം കോട്ടിടുകയാണ് ഗൈസ്. യെസ്, അല്ല ബാഗ് നനഞ്ഞ് വെള്ളം. അല്ലോ നമ്മൾ ട്രാപ്പിഡായി ഗൈസ്, ഫുള്ളി ട്രാപ്പിഡാണ് ഇന്ന്. അതിൽ വെക്കാൻ എല്ലാത്തിനും പൊടിയാ വീട്. സത്യം പറഞ്ഞാൽ വണ്ടിക്ക് ചാർജ് ഇല്ല. വീടത്ത് പറഞ്ഞു കൂടെ ഒരു കടയിൽ കയറി നമ്മൾ എങ്ങനെയോ ചാർജ് ചെയ്ത്. അതെ, ഇനിയും വലിയ മഴ പ്രതീക്ഷിച്ചില്ല. അപ്പോഴത്തെ റെയിൽവേ ക്രോസ് ആണ് ഇത്. അടച്ചാഞ്ഞ് അവിടെ അത്ര നിൽക്കേണ്ടി വരും ഗൈസ്. ടോട്ടലി പണി പാടി. ബാഗ് നനയുന്നു, വേറെ നിവൃത്തിയില്ല. ചെറിയൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. പ്രകൃതിയെ അടുത്തറിയാൻ വേണ്ടി ബൈക്കിലും എടുത്ത് കാറിൽ വന്നാ മതിയായിരുന്നു. ആ ആ ആ ചാർജ് തീരാറായി, തള്ളാൻ തുടങ്ങണം. ഈ മഴ കുറച്ച് നേരത്തെ പെയ്തായിരുന്നെങ്കിൽ ആ മഴയത്തും കൂടെ ചാർജ് കയറുന്നവര് നിന്നേനെ. ഈ 2 കിലോമീറ്റർ റേഞ്ചില് ഒറ്റ കിലോമീറ്റർ വളരെ വളരെ മിക്കവാറും ഇന്ന് വഴിയിലാവും. എത്തൂല, ഉറപ്പ് തന്നെ. 1 കിലോമീറ്റർ കൂടെ ഇപ്പൊ 2 ഉറപ്പ് പറയായിരുന്നു. ഞാൻ പറയണ എത്തും. വീട്ടിൽ കാലിൽ കയറുമ്പോഴാണേ വീടിന്റെ വാതിലും തള്ളേണ്ടി വരും നമ്മള്. പ്രശ്നം കായി നമ്മളിപ്പോ പെട്ടു എന്നുള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു തീരുമാനം ഞാനിപ്പോ അറിയിക്കുകയാണ് നിങ്ങളെല്ലാരെയും. ദയവ് ചെയ്ത് ഇനി ചാർജർ ഇല്ലെങ്കിൽ പോവരുത്. ഒരിടത്തും ഈ സ്പോട്ട് ഇല്ലെങ്കിൽ പോവല്ലേ. ഈ ഇലക്ട്രിക് വണ്ടി എടുത്തോണ്ട് പേടും. ഈ കയറ്റം കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്കങ്ങ് തള്ളാം. കയറ്റം അതല്ലേ കയറ്റം ഇറങ്ങുമ്പോ ഓഫാക്കിക്കോ. ഇറങ്ങുമ്പോൾ ഓഫാക്കാം. ആ കയറ്റം കയറിയിട്ട് തിരിച്ചിറങ്ങണം. വണ്ടി അത് എത്തൂലെന്നുള്ളൊരു 100% ഒരു തീരുമാനത്തിൽ ഇങ്ങനെ മുമ്പോട്ടിരിക്കുകയാണ്. അതെ, അവിടെ ഒരു ചാർജിങ് EV ഉണ്ടല്ലോ. ഓഫാക്കിക്കോ വണ്ടി. ഇങ്ങനെ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണെങ്കിൽ 1 കിലോമീറ്റർ സഞ്ചരിക്കാൻ വേണ്ടി വേറെ നിവൃത്തിയില്ല. ഇവിടെ നിന്ന് ഒരു 90 ഒരു 100 200 300 മീറ്റർ എന്തോ വരും വീട് വരാം അല്ലേ. വഴി തീർന്ന് ബ്രേക്ക് ഓടിക്കാൻ ഒരവസ്ഥ ഇല്ലായിരുന്നു. 0 കിലോമീറ്റർ വണ്ടി നീങ്ങൂല. വണ്ടി ഇപ്പൊ എപ്പോ വേണോ ഓഫ് ആവും ഗൈസ്. 0 കിലോമീറ്റർ എപ്പോ വേണോ വണ്ടി ഓഫ് ആവാം. നമ്മുടെ വീടിന്റെ സ്ഥലത്ത് വീട് തള്ളേണ്ട അവസ്ഥ വരികയാണ് ഗൈസ്. ഇനി ഒരു വളവെത്തിയാ മതി നമ്മളെ വീട്. അയ്യോ പെട്ടു ഗൈസ്. പറ്റില്ല.
ഇനി ഇവിടെ നിന്ന് കയറിയാ തള്ളായിരുന്നു. ഇനി കുഴപ്പമില്ല, ഇനി നമുക്ക് തള്ളിയാൽ കേറ്റാം ഓഫായാലും. ഇവിടെ വലിയൊരു പ്രശ്നമില്ല. ആണല്ലോ എടുക്കുന്നില്ല. എത്തി 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 വെത്തി വെത്തി. യെസ്